പറഞ്ഞു. നമ്മള് പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലേക്ക് ഒന്ന് വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. ഒരു ജനറൽ ടോപ്പിക്ക് എന്താണ് ജനങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആവുന്ന രൂപത്തിൽ അങ്ങനെ പറയാം. അതായത് നിങ്ങളെ എക്സ്പീരിയൻസ് കൂടി കൂടി അങ്ങനെ പറഞ്ഞു കൊണ്ടാണ്. അപ്പോൾ അത് എനിക്ക് ഏതൊരു ടോപ്പിക്കാണ് നല്ലത്? നമുക്ക് ബിസിനസ് പരമായിട്ട് തന്നെ എടുക്കാം. ബിസിനസ്സിൻ്റെ സഹായം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശരിക്കും ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലാണോ നിങ്ങളുടെ ഒരു റിയൽ സ്ട്രെങ്ത് കേൾക്കുന്ന എവിടെയാണ്? അല്ല, എൻ്റെ റിയൽ സ്ട്രെങ്ത് അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മേഖല എന്നുള്ള ഒരു കൺസിസ്റ്റൻസി ഞാൻ വെച്ചിട്ടില്ല. അപ്പം എൻ്റെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിലും എനിക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾക്ക്? ഈ ബിസിനസ് പരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് കൊടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കാരിയർ അങ്ങനെയായിരുന്നു. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ആ ലൈനിൽ ഞാനൊരു 4-5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ 2 വർഷം കൂടുമ്പോഴും ഓരോ മേഖല മാറ്റിയിട്ടാണ് വർക്ക് ചെയ്തത്. അതിന് കുറേ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ വീടിൻ്റെ ഭാഗത്തൊന്നും. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് എല്ലാം പറയും, നിങ്ങൾ ഒരു കാരിയറിൽ നിന്ന് വേറൊരു കാരിയർക്ക് മാറുമ്പോൾ കാരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്നാലേ നമ്മളൊരു ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഞാൻ അതല്ല തീരുമാനിച്ചത്. ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. നമുക്ക് പഠിക്കാൻ പറ്റുന്നത് നമ്മൾ ബിസിനസ്സിലുപരി മറ്റുള്ളവർക്ക് അതൊരു നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് അറിഞ്ഞാലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് മാക്സിമം അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. അപ്പം അങ്ങനെ ഞാൻ ഓരോ കമ്പനികളിലും, അതായത് എല്ലാ മേഖലയിലും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നു. അതിൽ ഞാൻ മാർക്കറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്താ വെച്ചാൽ അന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെക്കാനിക്കൽ ആണെങ്കിലും നിങ്ങളൊരു കോർ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞത് എന്താണ്? കോർ സ്ട്രെങ്ത് ആയിട്ട് തിരിച്ചറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഞാൻ ഒരു മാനേജ്മെന്റ് ഒരു കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ എല്ലാ മേഖലയും ഇൻവോൾവ് ആയിരിക്കും. ഇനി ഏത് ടൈപ്പ് ഓഫ് കമ്പനി ആണെങ്കിലും അതിൽ അക്കൗണ്ട്സ് ഉണ്ടാവും, അഡ്മിൻ ഉണ്ടാവും, HR ഉണ്ടാവും, പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ പല മേഖല ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മേഖല എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത എല്ലാ മേഖലയിലും മാർക്കറ്റിംഗ് കൂടി അതിൽ നമ്മളൊരു ടച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ നോളജിന്റെ ഉപരി ഒരു കമ്പനിയുടെ മൊത്തം കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എല്ലാ മേഖലയും കടന്നു ചെല്ലാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പൊതുവെ ഞാനിങ്ങനെ പിന്നെ ഒരു വിഷയത്തിൽ പിന്നെ ആളുകളെ പ്രൊമോട്ട് ചെയ്യലും അവർക്ക് ഒരു കോച്ചിങ് ആണെങ്കിലും കൺസൾട്ടിങ് ആണെങ്കിലും കൊടുക്കുന്നതിലൊക്കെ നമ്മൾ ഒരു ഫോക്കസിങ് എന്നൊരു കാര്യം പറയാറുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോക്കസിങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉള്ളിലുള്ള റിയൽ ടാലൻറ്റിലെ ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള ടാലൻറ്റുകളും അയാളുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ അതിൻ്റെ ഗ്രേഡുകൾ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഗ്രേഡിലായിരിക്കും. നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റിങ്ങിലുള്ള സ്കില്ല് ചിലപ്പം എനിക്ക് ഉണ്ടായിക്കോണമെന്നില്ല. എൻ്റെ കോൺസെപ്ഷ്യൽ ലെവലിലുള്ള സ്കില്ല് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കോണമെന്നില്ല. എന്നാൽ മാർക്കറ്റിംഗ് എനിക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ഏതിനാണ് നമ്മൾ മാസ്റ്റർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ഒരു മൈക്രോനിഷ് സെഗ്മെന്റ് എന്ന് പറയും. അങ്ങനെ മൈക്രോനിഷ് സെഗ്മെന്റ് കണ്ടിട്ട് നമ്മളെ ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് മേഖലയിലാണ്. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഏത് മേഖലയിലാണ് എന്ന് ചോദിച്ചാൽ മറ്റൊരാൾക്ക് പറയാൻ കഴിയും. ഇയാൾ ഇതിൽ പുലിയാണ്, ഇയാൾ ഇതിൽ സിംഹമാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ എൻ്റെ ഒരു പാട്ട് പറയുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോത്ത് കാണാൻ പറ്റുക. മറ്റുള്ള ആളുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആസ് എ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ഒരാൾ നമുക്ക് ബ്രാൻഡ് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ്. അയാളുടെ സെഗ്മെന്റിൽ അയാൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴാണ് എളുപ്പം. ഇപ്പൊ എല്ലാ മേഖലയിലും എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും ഏതാണെന്നുള്ളത് പിന്നെയും നമുക്കൊരു കൺഫ്യൂഷനാണ്. എന്നാൽ നമ്മൾ ഒരു സെഗ്മെന്റ് ഒരാളോട് പറയുന്നുണ്ട് ഇന്ന ഒരു സെഗ്മെന്റിൽ ഞാൻ ഇന്നതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അത് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 14 മണിക്കൂർ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ജീനിയസ് ആയി മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്. പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞത്, ഞാൻ കാരിയർ ഗ്രോത്ത് എന്നുള്ള ലെവലിലല്ല നമ്മൾ ആലോചിച്ചത്. അതാണ് പ്രശ്നം. അതായത് നിങ്ങൾ പറഞ്ഞത് അതാണ് ഫോക്കസ്. ഒരു വൈവിധ്യം അതെ, നമ്മൾ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ്. നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഇതിൽ ഫോക്കസ് ചെയ്യാതെ എല്ലാവർക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അതിനൊരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു.
ഓക്കെ. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ആ കമ്പനീൻ്റെ താഴത്തെ സ്റ്റെപ്പ് മുതൽ ഇപ്പോൾ അത് ഒരു ഉയർച്ചയിൽ നല്ലൊരു അടിപൊളി ഉയർച്ചയിലെത്തി നിൽക്കുന്ന ഒരു കമ്പനിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഇത്രയും മേഖലയിലുള്ള ഒരു കഴിവുള്ളതുകൊണ്ടായിരുന്നു. അത് എൻ്റെ മാത്രം ഒരു കഴിവല്ല, എല്ലാവരും കൂടെ കൂട്ടായ്മ തന്നെയായിരുന്നു, ഒരു യൂണിറ്റി തന്നെയാണ്. യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത ഒരു കമ്പനി തന്നെയാണ്. അങ്ങനെയാണെങ്കിലും അതിന് നമുക്ക് മൈക്രോണിഷ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് അതിന് നമുക്ക് ആസ് എ കോർഡിനേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുറേ ആളുകളെ മാനേജ് ചെയ്യാവുന്നതാണ്. പേഴ്സണലി കടന്നു നോക്കിട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ക്വാളിറ്റി ഒരു കൺസിസ്റ്റൻസി ലെവലിൽ ഏതെങ്കിലും ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇപ്പൊ ഇതിലും നമുക്കൊരു സെഗ്മെന്റ് പറയാൻ പറ്റും. നമ്മൾ എല്ലാ മേഖലകളും ചെയ്യുന്ന പറഞ്ഞാൽ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസം. ആളുകൾക്ക് എപ്പോഴും സ്പെസിഫിക് ഒരു നമ്പർ ഫിഗേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ആളുകൾക്ക്. ഞാനൊരു ഉദാഹരണം പറയാം. അതിൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ഒരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു സ്പെസിഫിക് സ്കിൽ ഉണ്ടാവും. ഓക്കെ, പക്ഷെ പുള്ളിക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പുള്ളി 10 ആളുകളുടെ കൺസൾട്ടൻസി എടുക്കുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ട് തന്നെ പുള്ളിക്ക് ആ കമ്പനി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓവറോൾ മാനേജ്മെന്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യലൈസ്ഡ് മേഖലയായിട്ട് പറയാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന് പറയാം, കോർഡിനേറ്റർ എന്ന് പറയാം, സപ്പോർട്ടർ എന്ന് പറയാം. അങ്ങനെ ആ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ സംഭവം ഉള്ളത്. അപ്പൊ അതും ഇതേപോലെ തന്നെ ആ ഒരു സെഗ്മെന്റിനെ വെച്ച് പറയാണ് നല്ലത്. അല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്ന ഒരു സെഗ്മെന്റ്, അതായത് ഞാൻ ഒരു ആസ് എ കോർഡിനേറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓവറോൾ ചുമതല തന്നെ ഏൽപ്പിച്ച് നമുക്ക് അതിൽ മൊത്തത്തിൽ ഒരു നമ്മൾ അത്ര മേഖല നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖല, ഇപ്പൊ IT ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ആ മേഖലയെ പറ്റി പഠിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അത് പഠിച്ചിട്ടുണ്ട്, ഇന്റീരിയർ വർക്ക് ആണെങ്കിലും നമുക്കറിയാം. അപ്പൊ നമുക്ക് അത് മാത്രമല്ല, ഇതിൽ 2 കാര്യമുണ്ട്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഈ മേഖലയിലുള്ള ആൾക്കാരായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഫെസിലിറ്റേറ്റർ ആണെന്ന് ഞാൻ മനസ്സിലാക്കും. അവർക്ക് ഫെസിലിറ്റികൾ കൊടുക്കുക. അത് നമ്മൾ ഈവൻ നമ്മളൊരു സപ്പോർട്ടായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ബിസിനസ് പരമായിട്ട് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് മാൻ പവർ സപ്ലൈയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും HR റിലേറ്റഡോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡോ അതിന് വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖല അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്, അറിയാത്തതല്ല. അതാണ്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് കാലത്ത് ഈ ഒരു മേഖലയിലുള്ള വ്യത്യസ്തമായ എക്സ്പീരിയൻസുകൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബിഗ് എക്സ്പീരിയൻസ് പറയാനുള്ളത് എന്താണ്? ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഒരു ബിഗ് മാസ്റ്റർ പീസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ MN ഇന്റീരിയോ എന്നുള്ളൊരു കമ്പനിയാണ്. അത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മഞ്ചേരി ഒരു സ്റ്റാർട്ട് ചെയ്താണ്. എൻ്റെ ഉറ്റ സുഹൃത്തായ മിസ്റ്റർ നിസാർ, പുള്ളിയുടെ കൂടെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. നിസാർ ആൻഡ് മുജീബ് 2 പേര് ചേർന്ന് അവരുടെ ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിൽ തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു ഈ MN അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിലായിരുന്നു സ്റ്റാർട്ട്. അത് കമ്പനി 13 വർഷം മുമ്പ് തുടങ്ങിയതായിരുന്നു. അവരുടെ കൂടെ ആ ജേർണിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2017 2017 ഞാൻ സൗദി ബിൻ ലാദനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു ആക്സിഡന്റ് ആയ ക്രെയിൻ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം അടുത്ത ജോബ് ഞാൻ വിട്ടു പോരേണ്ടി വന്നു. ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആകുമ്പോഴാണ് എൻ്റെ സുഹൃത്തായ നിസാർ ഭായി എന്നെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ അവിടുത്തെ GM ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്നെ അറിയായിരുന്നു. നമ്മൾ ഈ പല മേഖലകളിലും വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മുടെ സ്കില്ലിനെ പറ്റി പുള്ളിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. എന്താ വെച്ചാൽ നാട്ടിലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അതും വിചാരിച്ചു. അപ്പോൾ ഒരു ഗ്രോയിങ് കമ്പനി ആയിരുന്നു അന്ന്. അപ്പോൾ പുള്ളിയുടെ കൂടെ ജോയിൻ ചെയ്തു. മാക്സിമം പുള്ളി നമ്മളുടേതായ ഒരു പ്ലേസ് എനിക്ക് തന്നു. എനിക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു പ്ലേസ് പുള്ളി തന്നു. അങ്ങനെ ഞാൻ അവിടെ നമ്മളെല്ലാവരും കൂടെ ഒരു ടീം ബിൽഡ് ചെയ്ത് അതിലെല്ലാം മേഖലയും അറിയുന്നതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ടീം ബിൽഡ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് ആയി. ഇപ്പോൾ അത് ഒരു വലിയ മൾട്ടിനാഷണൽ ലെവലിൽ MN ഇന്റീരിയോ എന്ന് പറഞ്ഞതും MN ലക്ഷറിയോ ഹോംസ് എന്ന് പറഞ്ഞതും വിവിധ ഡിവിഷനിലായിട്ട് ഇവിടെ കേരളത്തിലും പിന്നെ കേരളത്തിൻ്റെ പുറത്തും ദുബായിലും അടക്കം നമുക്കിപ്പോൾ കമ്പനി ഉണ്ടാവും. അപ്പോൾ അത്രക്ക് ഉയർത്താൻ കഴിഞ്ഞതിൽ ഞാനും അതിൻ്റെ ഒരു ഭാഗമായതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അവരുടെ കൂടെ ഇപ്പോഴും ഞാൻ അസോസിയേറ്റ് ആയിട്ടുണ്ട്. അവരുടെ കൂടെ അവർക്ക് ഫുൾ സപ്പോർട്ടിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പറ്റിയിട്ടുണ്ട്. അവരത് കുറേ സ്ഥലത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അവർക്ക് അതിൻ്റെതായ അംഗീകാരം എനിക്ക് തന്നിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഇതായിട്ട് ഡിവിഷൻസ് ആയിട്ട് മാറി ഇപ്പോൾ അത് അവരെല്ലാ മേഖലയിലും ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്.
ഇന്റീരിയർ രംഗത്ത് അവർ ഇപ്പൊ കൺസ്ട്രക്ഷൻ അടക്കം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങളൊരു? എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എല്ലാം നമുക്ക് അറിയുന്നതുകൊണ്ട്, അതായത് ഇപ്പൊ എല്ലാ മേഖലയും അറിയുന്നത്, അപ്പൊ പുതിയതായിട്ട് വരുന്ന സംരംഭം തുടങ്ങുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ട സപ്പോർട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് അവർക്ക് പറഞ്ഞ മാതിരി ഓൺ പ്ലേസിൽ തന്നെ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ല, അഡ്വൈസ് ആയിട്ടും കൊടുക്കാം. ഇനി ബിസിനസ് പരമായിട്ട് തന്നെ ക്ഷണിക്കുകയാണെങ്കിൽ അതിനും നല്ല സപ്പോർട്ട് കൊടുക്കാനും ഞാൻ റെഡിയാണ്. അല്ല ഒരു കൺസൾട്ടൻസി, ഫ്രീ കൺസൾട്ടൻസി ആയിട്ട് അവർക്കുള്ള ടിപ്സ് കൊടുക്കാനും നമ്മൾ റെഡിയാണ്. എപ്പോഴും എന്നെ വിളിക്കാം, എപ്പോഴും എൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാം. അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഏകദേശം നിങ്ങളിപ്പോൾ ഈ രീതിയിലൊരു യാത്ര തുടങ്ങിയത് എത്ര വർഷമായിരുന്നു? ഞാൻ എൻ്റെ ഫസ്റ്റ് മുതലേ ഒരു ആഗ്രഹമാണ് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എൻ്റെ പഠിത്തം മുതൽ തന്നെ നമ്മളതാണ്. അതേമാതിരി പിന്നെ യാത്രകൾ അതേമാതിരി. അപ്പോൾ അതിലും കുറേ ഞാൻ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കമ്പനി തുടങ്ങുന്നവർക്ക് വരെ എനിക്ക് കൊടുക്കാൻ പറ്റും, ടിപ്സ് കൊടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ അത് എൻ്റെ ഒരു ലീഷറാണ്, എൻ്റെ എന്താ പറയുക പാഷൻ എന്ന് പറയുന്നത്. നമുക്ക് യാത്രകൾ എൻ്റെ പാഷനാണ്. അതേമാതിരി ഇതുമാതിരി പഠിക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ ജോലി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇതുവരെ ജോലി ചെയ്തിട്ടില്ല, ഹോബിയായിട്ട് കണ്ടിട്ടുള്ളൂ. ജോലി എനിക്കൊരു ഹോബിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ രാവിലെ നമ്മളൊരു ടൂർ പോകുന്ന കാര്യമായിട്ട് നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നത്. അതാണ് എൻ്റെ വിജയം. എന്ന് വെച്ചാൽ ടൈം ബൗണ്ട് അല്ല. ഞാൻ 7 മണിക്കും പോവും, രാവിലെ 4 മണിക്കും പോവും, രാത്രി 12 മണിക്കും 1 മണിക്കും നമ്മൾ വീട്ടിൽ വരും. അതിൽ ഫുൾ സപ്പോർട്ടാണ് എൻ്റെ ഫാമിലി. മകനാണെങ്കിലും ഉമ്മയാണെങ്കിലും പിന്നെ ഉപ്പല്ല, പിന്നെ എൻ്റെ ഭാര്യയാണെങ്കിലും എല്ലാവരും ഭയങ്കര. ഓക്കെ ഓക്കെ ഓക്കെ. ഷാമിലൊന്ന് കട്ട് ചെയ്തോ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്കറിയാം. നമ്മളെ പിന്നെ